ജേക്കബേ, ഒന്ന് ഓഫീസ് വരെ വാ. ഞാൻ വീട്ടിൽ പോട്ടെന്നാ. ഓക്കെ, ഷേർലി വെയിറ്റ് ചെയ്യുക. അത്യാവശ്യമില്ലെങ്കിൽ ഞാൻ പറയില്ലല്ലോ. എന്ത് പറ്റി? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ അജ്മലിൻ്റെ വീട്ടിലേക്കും പിന്നെ ഓഫീസിലേക്കും മാറി മാറി വിളിക്കുന്നുണ്ട്. ആരും ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഇന്ന് കുറച്ചു മുമ്പ് ഓൻ്റെ മൊബൈലിൽ വിളിച്ചപ്പോൾ റിങ് ചെയ്തു. 2 റിങ്ങോടുകൂടി ഫോൺ അവൻ കട്ട് ചെയ്തു. നമ്മൾ ഫോൺ കട്ട് ചെയ്യുമ്പം വരുന്ന ഒരു അനൗൺസ്മെൻ്റ് ഇല്ലേ, അത് അറബിയിലല്ലേ വരിക. ഇത് അറബി ആയിരുന്നില്ല. പിന്നെ വിളിച്ചു നോക്കിയോ? പിന്നെ അവനെ കിട്ടിയിട്ടേ ഇല്ല. भैया ये सारा हमारा लोड है, बाकी 2 दिन के बाद आएगा. सब एक साथ शिफ्ट करते हैं. So this is yours. थैंक यू भैया. मेरे सारे फाइनेंशियल प्रॉब्लम्स अब सॉल्व होने वाले हैं. विद दिस मनी आई एम गोइंग टू मेक अ क्लीन स्वीप. मैं आपको कभी नहीं भूलूंगा. അവൻ ചതിച്ചു കളഞ്ഞല്ലോ ജേക്കബേ. मेरे सारे फाइनेंशियल प्रॉब्लम्स अब सॉल्व होने वाले हैं. विद दिस मनी आई एम गोइंग टू मेक अ क्लीन स्वीप. मैं आपको कभी नहीं भूलूंगा. आई एम गोइंग टू मेक अ क्लीन स्वीप. क्लीन स्वीप. कितनी बार बोलूंगा मैं? अरे भाई ऐसा नहीं, थोड़ा सा ऊपर करो. अरे ഇത് അജ്മലിന്റെ ലോഡാണ്. അല്ല സാർ, ഇത് കമ്പനിയുടെ ലോഡാണ്. ഇത് ഓൾറെഡി സെയിലായതാ. പാർട്ടി നാളെ വന്ന് സാധനം ക്ലിയർ ചെയ്യും. अरे भाई ऐसा नहीं, मैं आएगा. പപ്പയുടെ ഇൻവെസ്റ്റേഴ്സിന്റെ മുഴുവൻ കാശ് അവൻ്റെ കയ്യിലാണോ? എത്ര? 8 million dirhams. ഈശ്വര, 13 കോടി രൂപ. നാളത്തേക്ക് ഈ വിവരം എല്ലാവരും അറിഞ്ഞു തുടങ്ങും. ഇന്ന് ഷേർലി ഇതറിയണ്ട. അവൾ സന്തോഷിക്കേണ്ട ദിവസമായി. അവൾ സന്തോഷിച്ചോട്ടെ ഇന്നും കൂടി. Happy wedding anniversary. മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ലേ? ഗിഫ്റ്റ് ഒന്നുമില്ലേ? ഗിഫ്റ്റ് വന്നു. അച്ഛാ, എന്തിന് എത്രയൊക്കെ ചെലവാക്കിയത്? നാസറ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ലില്ല, ഞാൻ എവിടെയും പോകുന്നില്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അജ്മലിനെ ഞാൻ ട്രേസ് ചെയ്തോളാം. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി പ്ലീസ്. സന്ദീപ്, ഞാൻ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ കൃത്യം ഡേറ്റിന് പൈസ തന്നതല്ലേ. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരവസ്ഥയായിപ്പോയി. പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. ഇച്ചായനവന് ചെക്കാണോ കൊടുത്തത്? പോലീസിന് എന്തെങ്കിലും? ഫോണിൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല.
ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാവരും നേരിട്ട് കാണണം, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മുടെ അവസ്ഥ മനസ്സിലാവാതിരിക്കില്ല കുറച്ച് പേർക്കെങ്കിലും. സിജോയ്, നീ എനിക്ക് തന്ന കാശ് നീ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് അറേഞ്ച് ചെയ്തതെന്ന് എനിക്കറിയാം. അത് ഒരു ദൃഹം പോലും കുറയാതെ ഞാൻ തിരിച്ച് തരികയും ചെയ്യും. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ വേണമെങ്കിൽ നിനക്ക് ഗ്യാരണ്ടിക്കൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കോ മറ്റോ. ചൂടാറുന്നതിന് മുമ്പ് കുടിക്കൂട്ടോ. ആ അച്ഛൻ ചായ കുടിക്കേ. ജെറി, തൊണ്ണൂറ്റേഴിലാണ് ഞാൻ ദുബായിലെത്തുന്നത്. 2 വർഷം ലേബർ ക്യാമ്പിലായിരുന്നു. അവിടെ പെട്ടുകിടന്ന് എന്നെ പൊക്കിക്കൊണ്ടുവന്നത് നിന്റെ പപ്പയാ. കടങ്ങളുടെ കണക്ക് പറയാനാണെങ്കിൽ നിന്റെ പപ്പയ്ക്ക് പറയാനുള്ളതിലും ഒരുപാടധികം എനിക്ക് പറയാനുണ്ടാവും. ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇക്കാണുന്നത് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ പണം ജേക്കപ്പച്ചായൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. അതിന് ഏതെങ്കിലും ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കട്ടിക്കടലാസിൽ ഒപ്പിട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ പപ്പയോട് പറഞ്ഞേക്ക്. ഒമേരി എന്ന് പറഞ്ഞ ആ ഈജിപ്ഷ്യൻ ഇവിടെയാണ് താമസിക്കുന്നത്. അയാൾ സ്റ്റീൽ വാങ്ങാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വന്നിട്ട് കുറച്ച് അഡ്വാൻസ് ക്യാഷ് തന്നിരുന്നു. നമുക്ക് അയാൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പം ജേക്കബ്, താനെന്താ എന്താ ഫോൺ എടുക്കാത്ത? മുരളി, ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നേരിട്ട് വന്നല്ലോ, സംസാരിക്കടോ. அன்னைக்கே உன்னை கேட்டிருந்தேன், அந்த அஜ்மலா நம்மளா மான்னு. அப்ப நீ என்ன சொன்ன? 100% விஸ்வசிக்க, 100% லைக் அ பிரதர். பிரதர் நல்லா வச்சான் ஆப்பு உனக்கு. இத்தனை வருஷமா இந்த நாட்டில் இருந்துக்கிட்டு பிஸ்னஸ்ல யாரை நம்பணும் யாரை நம்பக்கூடாதுன்னு கூட தெரியாம நீ எல்லாம் என்னத்துக்கடா பிஸ்னஸ் பண்ணிட்டு இருக்க? போட்ட മുരളി, പ്ലീസ് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. என்ன நீ எனக்கு மரியாதை கத்து தரியா? You gonna teach me how to behave? காசு கொடுத்துட்டு பேசுறா. 3.5 மில்லியன் மெடிச்சோண்டு போயிட்டு நீ என்ன மரியாதை படிப்பிக்க பாடா மான கேட்டவனே. മുരളി പ്ലീസ് விடுறா, பேசி விடு. വേണ്ട. Don't create a scene. എത്രയും പെട്ടെന്ന് എന്റെ കാശ് തിരിച്ച് തന്നില്ലെങ്കിൽ നിന്റെ ആ ഗ്യാരണ്ടി ചെക്ക് ഞാൻ പ്രസന്റ് ചെയ്യും. അപ്പുറം നീയും നിന്റെ കുടുംബവും അകത്ത് പോകും. സാവട ഉനക്ക് മനസ്സിലായോടാ?